ഈ കാലഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞു വന്നത് കേൾക്കാനും കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു. ആ കമ്പനിയിൽ ഒരു ബോയ് ആയി തുടങ്ങി പിന്നീടുള്ള വളർച്ച. അതെ, അവിടെ നിന്ന് കുറച്ച് ആ കമ്പനിയിൽ തന്നെ ഞാനൊരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടും പിന്നീട് ജോലി ചെയ്തു. കാരണം എനിക്ക് ഈ ടെലക്സ് ടൈപ്പ് റൈറ്റിംഗ് അതൊക്കെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ പഠിക്കാൻ നോക്കി. ഓഫീസ് അവേഴ്സ് അല്ലാത്ത ടൈമിലൊക്കെ എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. ടെലിഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയം തരും ബ്രേക്കിംഗ് ടൈമിൽ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാനിതൊക്കെ പഠിച്ചു. അപ്പോൾ എന്നെ ഒരു ദിവസം സെക്രട്ടറി നാട്ടിൽ പോകുന്ന സമയത്ത്, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യൻ, എൻ്റെ ബ്രില്യൻ്റ് സ്വഭാവമൊക്കെ കണ്ട്, പീറ്റർ ഗോമസ്, തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് എമർജൻസി ആയി നാട്ടിൽ പോകേണ്ട സമയത്ത് എന്നെ റെക്കമെൻഡ് ചെയ്യണം. ഞാനൊരു ബോയ് മാത്രമാണ്, സെക്രട്ടറി, വലിയൊരു കമ്പനിയില്ല, ഇതൊക്കെയാണ്. അവർ അത്ഭുതപ്പെട്ടു പോയി. ഞാനെങ്ങനെ ഇത് ഇവനെന്താ പറയുക, എല്ലാം ഞാൻ ഷുവറാണെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുക. മനസ്സിലായിട്ടുണ്ട്. ഞാനതൊക്കെ ഒരു വിധം ബൈ ഹാർട്ടൊക്കെ ആയിട്ട് എങ്ങനെയാണ് എൽസ് ഓപ്പൺ ചെയ്യേണ്ടത്, മറ്റെങ്ങനെയാണ് ടെലക്സ് ചെയ്യേണ്ടത്, അങ്ങനെ അതൊക്കെയാണ്. ഫാക്സ് അല്ല, ടെലക്സ് ഓപ്പറേറ്റിംഗ്, ടെലക്സ് അതൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ ഒരു ദിവസം ഞാനിങ്ങനെ ടെലക്സ് അയച്ചുകൊണ്ടെങ്കിൽ പിന്നിൽ വന്ന് ഈ റെസിഡൻറ്റ് എഞ്ചിനീയർ അന്ന ഹവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു, ലെബനീസ്. വൈ ഡിഡ് യു വേസ്റ്റ് യുവർ ടൈം ചോദിക്കുക. അങ്ങനെ. പക്ഷെ ഞാനതൊന്നും കാരണം നമുക്കുള്ള ഡെഡിക്കേഷൻ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി. പക്ഷേ എത്രയായാലും നമ്മളൊരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ, ഞാനൊരു എഞ്ചിനീയർ അല്ല, ഫോർമാൻ അല്ല, അല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ വലിയ ക്വാളിഫിക്കേഷനും ഇല്ല. ആ നിലയ്ക്ക് ഈ കമ്പനിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുക. ഈ കമ്പനിയിൽ നിന്ന് ജോലി അവർക്ക് കോണ്ടാക്റ്റില്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങണ്ടേ വീണ്ടും. അപ്പോഴാണ് ഒരു സുഹൃത്ത് ഒരു ബിസിനസ് സംബന്ധമായൊരു പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് തന്നെ ഹോട്ടൽ സംബന്ധം. പക്ഷേ അദ്ദേഹം ഹോട്ടൽ പരിചയമൊക്കെ ഉള്ള ഒരു ആളിവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് ഒരു മിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ അതിലേക്ക് ഇൻവോൾവഡ് ആക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നല്ല കാര്യമാണ്, കുറേ കൂടുതൽ അധ്വാനിച്ച് അതിനനുസരിച്ച് എന്തെങ്കിലും ഫലം നമുക്ക് കിട്ടുമല്ലോ. പക്ഷേ ആദ്യം തന്നെ നമ്മളായ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. പാർട്ട്ണർഷിപ്പായിരുന്നല്ലോ. അല്ല, അതെന്നും നല്ല മനുഷ്യരല്ലെങ്കിൽ പോയില്ലേ. വഞ്ചന ഉള്ളിലുണ്ടെങ്കിൽ എവിടെ ഇന്നത്തെ കാലഘട്ടത്തിലും ആത്മാർത്ഥത, വിശ്വസിക്കാവുന്ന, പരസ്പരം മനസ്സിലായ പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂട്ടുകെട്ട്. ഇത് തന്നെ ഞാൻ മൂലധനം മുടക്കിയെങ്കിലും ഇത് കയ്യാളിയവരാണ് അതിൻ്റെ ഉടമസ്ഥരെന്നുള്ളൊരു നിലപാടെടുത്ത് കളഞ്ഞു. മനസ്സിലായണ്ട. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ കഥ പറയുന്ന പോലെ ആയിപ്പോയി. അങ്ങനെ എനിക്കൊരു വൈരാഗ്യം ഉണ്ടാകുന്നു, ഇതല്ല കാണിച്ചു കൊടുക്കണം എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഞാൻ ഒരു സ്ഥലം കണ്ടെത്തുന്നു, അന്വേഷിക്കുന്നു, കമ്പനിയിൽ നിന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ തുടരാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം. കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു 7/9/79 കൗൺസിൽ ജനറൽ ദുബായ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, കേരളം. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊരു പരിജ്ഞാനം ഉണ്ടായില്ല. കഷ്ടപ്പെടാമെന്നുള്ളത് കൊണ്ടും വലിയ ഇരുന്ന് പഠിക്കുകയായിരുന്നു അവിടെയും. മനസ്സിലായി. ഇപ്പോഴും വലിയ പരിജ്ഞാനം ഉണ്ടെന്നല്ല പറയുന്നത്, എങ്കിലും ഇത്രയൊക്കെ കഷ്ടപ്പാട് കൊണ്ട് മാത്രം ആളുകളായിട്ട് സഹകരിച്ച് ജോലിക്കാരോടും മറ്റുള്ളവരോടും ഒക്കെ ആയിട്ട് അവരുടെ തെറ്റുകുറ്റങ്ങളും സഹിച്ച് പരമാവധി പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങ് പോകാൻ, അതിന് നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഇതിൽ സഹിക്കാനുള്ള മനസ്സ് കൂടെ ഉണ്ടാകും. ഈ സഹനശക്തി തന്നെ നമ്മൾ ഉപകാരിയായി തീരാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ബോധം ഭരിച്ചുകൊണ്ടിരിക്കണം, കുടുംബത്തോടായാലും സമൂഹത്തോടായാലും. സമൂഹവും കുടുംബവും കടന്നു വന്നു. ഇനി നമുക്ക് അതിലേക്ക് പോവാം. സമൂഹത്തേക്ക് എത്തുന്നതിന് മുമ്പ് കുടുംബത്തിലേക്കൊന്ന് എത്താം. കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം. കുടുംബത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 സഹോദരിമാരാണ്. എൻ്റെ അമ്മ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. എനിക്ക് താഴെ 2 ഒരു സഹോദരി ഒരു സഹോദരനുണ്ട്. ഇളയ സഹോദരന് 28 ദിവസമുള്ളതാണ് അമ്മ മരിച്ചത്. അച്ഛൻ അതിന് ശേഷം 2ാമത് വിവാഹം കഴിച്ചു. 2ാമത് വിവാഹം കഴിച്ച അമ്മയും 8 പ്രസവിച്ചതിന് ശേഷം മരണപ്പെട്ടു. ഞാനിവിടെ എത്തിയതിന് ശേഷമാണ് അച്ഛൻ 3ാമത് വിവാഹം കഴിക്കുന്നത്. അതിൽ 2 മക്കൾ. ഈ അമ്മയിൽ വേറൊരു പെൺകുട്ടി, ആദ്യത്തെ വിവാഹത്തിൽ ആ അമ്മ. ഇവരെല്ലാം ഈ വീട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നത്, കുടുംബത്തെ പ്രാരാബ്ധങ്ങളുടെ ഈ രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 77 വിവാഹം കഴിച്ചിട്ടും ഭാര്യയെ കൊണ്ടുവന്നില്ല. കാണാമറയത്ത് എൻ്റെ കുടുംബത്തെ മാറ്റാൻ പാടില്ല.
ഈ ഉപദേശം കൊണ്ട് മാത്രം എൻ്റെ പ്രിയ പത്നിയെ ഞാൻ സാന്ത്വനിപ്പിച്ചു. വിരഹവേദനകൾ മാറ്റിക്കൊണ്ടും ജീവിതം യാതൊരു വിധത്തിലുള്ള വേർപാടുകളിൽ നിൽക്കണം തോന്നുന്നില്ല. എൻ്റെ കൺമുമ്പിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവരെ മാറ്റിവെക്കുന്ന ഒരു നിമിഷവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലും ഞാൻ അവരെ കാണുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്, എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അത്രയേറെ ആത്മീയമായ ഐക്യത്തോടെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ജീവിതം ഒരു ഉപകരിക്കുന്ന ത്യാഗമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഉള്ള കടമ ഇവരുടെ അമ്മയുടെ സ്ഥാനമാണ് ഈ കുടുംബത്തിൽ. അപ്പോൾ ആ അമ്മയുടെ മഹത്വം മക്കളെ പരിപാലിക്കുന്നതിലും അവരെ രക്ഷപ്പെടുത്തുന്നതിലും ഒക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം എൻ്റെ ഭാര്യയ്ക്കുണ്ടായി. കുട്ടികൾ 2 പേരും. മൂത്ത മകൻ അജയ്, രണ്ടാമത്തെ ആളുടെ പേര് വിപിൻ. മൂത്ത ആൾ MSc ബയോടെക്